മീരയുടെ അച്ഛനെ കണ്ട് സംസാരിക്കാം. അല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. സൗണ്ട് കൂടുന്നതിന് സൈഡിൽ സൗണ്ട് കൂട്ടി മാക്സിമം. മേ കമ്മിങ് സർ? വരൂ മാഡം. ഞാൻ ഡോക്ടറുടെ അധിക സമയം കളയില്ല. പെട്ടെന്ന് കാര്യം പറഞ്ഞു പോയിക്കൊള്ളാം. പേഴ്സണൽ കാര്യം ആയതുകൊണ്ടാ കൺസൾട്ടേഷൻ കഴിഞ്ഞ് വീട്ടിലോ പുറത്തോ വെച്ച് കാണാൻ പറ്റുമോന്ന് ചോദിച്ചത്. 2 ദിവസത്തേക്ക് ചെന്നൈയിൽ IMAയുടെ കോൺഫറൻസ് ആണ്. ഓ, അതാ ഞാൻ അത്യാവശ്യമാണോന്ന് ചോദിച്ചത്. മാഡം അത്ര അത്യാവശ്യമില്ലാത്ത പേഴ്സണൽ കാര്യത്തിന് കാണണമെന്ന് പറയില്ലല്ലോ. നാളെ കോൺഫറൻസിന് പോകുന്നത് കൊണ്ട് കൺസൾട്ടേഷൻ കഴിഞ്ഞ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന്റെ തിരക്കിലായിരിക്കും. അതാ ഇവിടെ വെച്ച് തന്നെ കാണാമെന്നാ ഞാൻ പറഞ്ഞത്. മാഡത്തിന് ബുദ്ധിമുട്ടായില്ലല്ലോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആദർശ നോക്കുന്നത്. ഞാനിപ്പോ ഫ്രീയാ, റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ മാഡം, ഞാൻ എന്ത് ഹെൽപ്പാണ് മാഡത്തിന് ചെയ്യേണ്ടത്? അത് പിന്നെ ഞാൻ ചോദിക്കുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. As of 2023, over 4,900 new MNCs has opened in India. പക്ഷെ എനിക്കറിയേണ്ടത് ഈ ഹോസ്പിറ്റലുമായും ഡോക്ടറുമായും ബന്ധപ്പെട്ടതാണ്. അത് മനസ്സിലായപ്പോ തൊട്ട് കാര്യങ്ങൾ സത്യസന്ധമായി അറിയാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. എനിക്കറിയാവുന്ന കാര്യം മാഡത്തിനോട് പറയുന്നതിന് എന്താ കുഴപ്പം? ഈ ഹോസ്പിറ്റൽ ഈ രീതിയിലാവാൻ മാഡവും ദേവാ ബിൽഡേഴ്സും ഞങ്ങളെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തതാ. ഇത് തുടങ്ങാൻ തീരുമാനിക്കുന്ന സമയത്ത് ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡി ഗ്രൂപ്പാണ് ദേവാ ബിൽഡേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞത്. വലിയൊരു കമ്പനി ആയതുകൊണ്ട് ഡീലിങ്സ് എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ മാഡത്തെ പരിചയപ്പെട്ടപ്പോഴല്ലേ എത്ര സിമ്പിളായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും അതിന് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉണ്ടെന്നെല്ലാം മനസ്സിലായത്. അത് മാത്രമല്ല, എന്താവശ്യത്തിനും എപ്പോഴും ദേവാ ബിൽഡേഴ്സിന്റെ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടായിരുന്നു. കസ്റ്റമേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന കെയറിംഗ് ആണ് നിങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ്. താങ്ക് യു ഡോക്ടർ. കസ്റ്റമേഴ്സ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷം തന്നെയാണ്. ഇനി ഞാൻ വന്ന കാര്യം പറയാം. പറയൂ. എന്റെ മോൻ ആദർശിന്റെ വിവാഹം തീരുമാനിച്ചു. ഓ, ഹാപ്പി ന്യൂസ് ആണല്ലോ. എവിടെന്നാ പെൺകുട്ടി? നമ്മുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന കുട്ടിയാണ്. ഓ, എനിക്ക് ആ കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ തന്നെയാണ് ഈ വിവാഹാലോചനയ്ക്ക് മുൻകൈ എടുത്തത്. ഓക്കെ. പക്ഷേ ഇപ്പൊ അതിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. എന്ത് പ്രശ്നം? ആ കുട്ടിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനത് ആദ്യം കാര്യമായി എടുത്തില്ല. ആരോ വിവാഹം മുടക്കാൻ വിളിച്ചു പറഞ്ഞതാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ വീണ്ടും എനിക്ക് കോൾ വന്നു. ആ സമയത്ത് ആ കുട്ടി ഇവിടെ അഡ്മിറ്റ് ആണെന്നറിഞ്ഞു. അത് കൺഫേം ചെയ്യാൻ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ സംഗതി സത്യമാണ്, ആ കുട്ടി ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. അതോടെ എനിക്ക് ഈ വിവാഹത്തോടുള്ള താല്പര്യം സ്വാഭാവികമായി നഷ്ടപ്പെട്ടു. ഞാനിതവരെ അറിയിക്കുകയും ചെയ്തു. അവര് അസുഖത്തിന്റെ കാര്യം ആലോചനയുടെ സമയത്ത് പറഞ്ഞിരുന്നില്ലേ? ആലോചന എന്ന് പറഞ്ഞ ഞങ്ങൾ അങ്ങോട്ട് വിവാഹത്തിന് താല്പര്യമുണ്ടെന്ന് അറിയിച്ചു. അവര് മറുപടി പറയാൻ വരുന്നതിന് മുമ്പേ ഈ കാര്യം ഞാൻ അറിയുകയും ചെയ്തു. അതുകൊണ്ടൊരു പക്ഷേ അവർക്ക് അസുഖത്തിന്റെ കാര്യം പറയാൻ അവസരം ഉണ്ടായില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അസുഖത്തിന്റെ കാര്യം അവര് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നപ്പോ ചോദിച്ചിരുന്നു. അവരതിന് മറുപടി പറഞ്ഞത് ആ കുട്ടിയുടെ അസുഖം പൂർണ്ണമായും ഭേദമായെന്നാ. ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് അവര് പറയുന്നു. ഞാനോ? അതെ. എന്റെ പേഷ്യന്റ് ആണല്ലേ? എന്താ കുട്ടിയുടെ പേര്? മീര. മീര? ഹരിയുടെ മകൾ മീരയാണോ? ആ, അതെ. മേഡത്തിന് തെറ്റുപറ്റിയിട്ടില്ല. ആദർശിന് പറ്റിയ ഏറ്റവും നല്ല കുട്ടിയെ തന്നെയാണ് മേഡം കണ്ടുപിടിച്ചത്. മീരയെ പോലൊരു നല്ല കുട്ടിയെ ഈ കാലത്ത് കാണാൻ വലിയ പ്രയാസമാണ്. അത്ര നല്ല സ്വഭാവമാണ് മീരയ്ക്ക്. ഹരി മെഡിക്കൽ റെപ്പായിരുന്നു. ഇപ്പൊ സ്വന്തമായി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുണ്ട്. അവരെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. പൊതുവെ ഞങ്ങൾ ഡോക്ടർമാർ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് പറയാത്തതാണ്. എന്നാലും വിവാഹത്തിന്റെ കാര്യമായതുകൊണ്ടും പറയുന്നത് പോസിറ്റീവായ കാര്യമായതുകൊണ്ടും മടിക്കേണ്ടതില്ലല്ലോ. മീരയുടെ അസുഖം മാറിയെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്.
മീരയ്ക്ക് ജന്മനാ ഉണ്ടായിരുന്ന ജനറ്റിക് ഡിസോർഡർ ആയിരുന്നു പ്രശ്നം. അതങ്ങനെ മാറുന്നതാണോ ഡോക്ടർ? അങ്ങനെ ചോദിച്ചാൽ മാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഓരോ സെല്ലിലും ഉണ്ടാകുന്ന ജനിതക വൈകല്യം മൂലം ശരീരത്തിന്റെ താളം തെറ്റുന്ന അസുഖമാണിത്. ആ പ്രശ്നങ്ങൾ പല കാരണം കൊണ്ടും മാറിയേക്കാം. ഇവിടെ ഇപ്പോ മീരയുടെ അസുഖം എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ എനിക്കറിയില്ല. പക്ഷേ അസുഖം മാറിയെന്നുള്ളത് സത്യമാണ്. അത് പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ കൺഫേം ചെയ്തതാ. എങ്ങനെയാണ് അസുഖം മാറിയെന്ന് അറിയാൻ ഞാൻ ശ്രമിച്ചതുമാണ്. പക്ഷേ അതെനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. എല്ലാ ശാസ്ത്രങ്ങൾക്കും മേലെ ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ. അതിൽ പൂർണ്ണമായി വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളെ ആ ശക്തി രക്ഷിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. മീര വലിയൊരു കൃഷ്ണഭക്തയാണ്. ഭഗവാൻ തന്നെയാവും മീരയുടെ അസുഖം മാറ്റിയത്. അപ്പോ അവര് പറഞ്ഞ സത്യം തന്നെയാണല്ലേ? 100% സത്യമാണ്. ഒരു കാരണവശാലും എൻട്രിയിൽ ഈ കോഴ്സിന് ചേർന്നതിന് ശേഷം എനിക്ക് പൈത്തണിൽ ഒരു നോളജും ഇല്ലായിരുന്നു. എനിക്ക് ഇപ്പോൾ ഈ വിവാഹം വേണ്ടെന്ന് വെക്കരുത്. മേഡത്തിന്റെ ചോയ്സ് തെറ്റിപ്പോയെന്നൊരു തോന്നലും വേണ്ട. മീരയെ പരിചയമുള്ള ഏതൊരമ്മയും തന്റെ മകന് വധുവായി ഇതേപോലൊരു പെൺകുട്ടി മതിയെന്ന് ആഗ്രഹിച്ചാൽ അതിനവരെ തെറ്റു പറയാൻ പറ്റില്ല. മേഡം ധൈര്യമായി ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. ഞാൻ ഡോക്ടറിനെ നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് തീരുമാനിച്ചത് നന്നായി. ഇന്ന് തന്നെ കാണാമെന്ന് ഡോക്ടർ പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ഈ 2-3 ദിവസത്തെ ഗ്യാപ്പ് കൊണ്ട് ആരെങ്കിലും ഒരു കൂട്ടർ തെറ്റായ തീരുമാനത്തിലേക്ക് പോയെങ്കിൽ ഈ ബന്ധം നടക്കാതെ പോകും. അങ്ങനെയൊന്നും വരില്ല. സാമ്പത്തികമായ അന്തരം ഉണ്ടെങ്കിലും നിങ്ങൾ 2 കുടുംബവും നല്ല ആൾക്കാരാണ്. ഈ കുടുംബങ്ങളുടെ കൂടിച്ചേരൽ ഈശ്വരനായി തീരുമാനിച്ചതാവും. എങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പല തടസ്സങ്ങളും ഉണ്ടാവും. നെഗറ്റീവ് എനർജികൾ തടയാൻ ശ്രമിക്കും. അതിനെയെല്ലാം തരണം ചെയ്ത് ഒടുവിൽ നല്ലത് സംഭവിക്കുകയും ചെയ്യും. അതാണ് സത്യത്തിന്റെയും നന്മയുടെയും വിജയം. താങ്ക് യു ഡോക്ടർ. ഇനി ഞാൻ ഡോക്ടറുടെ വിലപ്പെട്ട സമയം കളയുന്നില്ല. എല്ലാത്തിനും നന്ദിയുണ്ട്. ഞാൻ പെട്ടെന്ന് പോയി കാര്യങ്ങളെല്ലാം ശരിയാക്കട്ടെ. ഓക്കെ മാഡം. അപ്പോ വിവാഹം ഉടനെ ഉണ്ടാവില്ലല്ലേ? തീർച്ചയായും. എല്ലാം തീരുമാനിച്ചിട്ട് ഞാൻ അറിയിക്കാം. ശരി മാഡം. ശരി. ഒറ്റയ്ക്ക് തന്നെ തീർന്നു. അതെ അല്ലേ? റിപ്പീറ്റ് ആവശ്യത്തിന് വന്നില്ല. ഇതാരാ വിളിക്കുന്നത്? ഇത് തമ്പി സാറ്, എൻ്റെ ഒരു പഴയ ഡയറക്ടറാണ്. അതെ. അതുവരെ ചെയ്തില്ല. ഇത്രയും ലോങ് ഡ്യൂറേഷനുള്ള